ദ ബ്ലൂ കാസിൽ ബൈ LM മോൺഗോമറി. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് വാലൻസി, ഹൂ ഇസ് 29 years old ആൻഡ് അൺമാരീഡ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പ്രഷറാണ്. ലൈക്ക് അൺമാരീഡ് ആയിട്ടുള്ള വുമൺ അത്രയും റെയറാണ് ആ ഒരു ഏജിൽ. എല്ലാവരും തന്നെ അവളൊരു ബേർഡൻ ആയിട്ടാണ് കാണുന്നത്. ലൈക്ക് സംതിങ് ഈസ് മിസ്സിങ്, ദാറ്റ്സ് വൈ ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് മാരീഡ്, ആ ഒരു രീതിയിൽ. ആൻഡ് ഈവൻ ദോ എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ടെന്ന് പറയുമെങ്കിലും ഇൻസൈഡ് അവൾക്ക് അങ്ങനെ ഒരു കല്യാണം കഴിച്ചൊരു വീടായി സ്വന്തമായിട്ട് കുട്ടികളൊക്കെ ആയി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ആദ്യമായിട്ട് ഒരു ലെറ്റർ വരുന്നത്. ആൻഡ് ഷീൽ ബി ലൈക്ക് ഓൺ ദ ഫ്ലോർ റീഡിങ് ഇറ്റ്. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അറ്റൻഷൻ അവൾക്ക് കിട്ടുന്നത്. ആൻഡ് വൺസ് ഷീ റീഡ് ഷീ ഫൈൻഡ്സ് ഔട്ട് ലൈക്ക് അവൾക്ക് എന്തോ ഒരു മാരകമായ അസുഖം ഉണ്ടെന്നും ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ഡൈ ഇൻ 2 months. ആഫ്റ്റർ ദാറ്റ് ഹെർ ലൈഫ് ടേക്സ് എ ഫ്ലിപ്പ്. ലൈക്ക് അവള് ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നും. ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും ഈ ഒരു സോഷ്യൽ നോംസ് നിന്നൊക്കെ ഭയങ്കര ഫ്രീ ആയ പോലെ, കൈൻഡ് ഓഫ് ഇൻ എ റിബല്യസ് വേ ഷീസ് ബീങ് ഹെർ സെൽഫ്. ഞാൻ 30% ആയിട്ടുള്ള വായിച്ചിട്ട് ആൻഡ് ഐ എം റിയലി ഹാവിങ് എ ഗുഡ് ടൈം. ദ നെക്സ്റ്റ് വൺ ഐ എം റീഡിങ് ഈസ് യെസ്റ്റർ ഇയർ. അപ്പോൾ ഇതും ഒരു 20% ആയിട്ടുള്ളൂ. ദിസ് ഈസ് അബൌട്ട് നാറ്റലി, ഹു ഇസ് എ ട്രഡീഷണൽ വൈഫ്, ഹു ലൈക്സ് ടു ലിവ് ആസ് എ ട്രഡീഷണൽ വൈഫ്, ലൈക്ക് ഹാവിങ് എ ഹസ്ബൻഡ്, 5 kids, 6th one is on the way. അതുപോലെ തന്നെ ഫാം, ഒരുപാട് കോഴികൾ, അങ്ങനെയൊക്കെ. ഇതെല്ലാം തന്നെ അവൾ യൂട്യൂബിലൂടെ കാണിക്കാറുണ്ട്. ആൻഡ് ഷീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ബട്ട് വൺ ഡേ ഷീ ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു സം അതർ പ്ലേസ് where she wakes up. അവൾക്ക് അവളുടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഷീ ഹാവ് എ ഹസ്ബൻഡ്, ബട്ട് അവൾക്ക് 5 കുട്ടികൾക്ക് പകരം 4 കുട്ടികളുള്ളൂ. ഷീ ഈസ് നോട്ട് പ്രഗ്നന്റ് എനിമോർ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ അത്രയും ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്ലോ ഇൻ ദി സ്റ്റാർട്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ പിക്ക് അപ്പ് വൺസ് ഐ പ്രോഗ്രസ്. അടുത്തത് ഞാൻ ഒരു ഓഡിയോ ബുക്ക് ആയിട്ടാണ് വായിക്കുന്നത്, വിച്ച് ഇസ് ദ ഫ്രോസൺ റിവർ. ദിസ് ഈസ് അബൌട്ട് മാർത്ത. ഷീ ഈസ് എ മിഡ് വൈഫ്, ഒരു ഹീലർ. ആ ഒരു ടൗണിലുള്ള ഒരു ആകെയുള്ള ഒരു ഹീലറാണ്. ആൻഡ് വൺ ഡേ ഒരു ഫ്രോസൺ റിവറിന്ന് ഒരു ബോഡി കിട്ടുകയാണ്. ആൻഡ് അതിൻ്റെ തൊട്ട് തലേ ദിവസം അവളുടെ ഒരു മകനും ഈ മരിച്ച ആളും തമ്മിലൊരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ടാവും, വിച്ച് പുട്സ് ദം ഇൻ എ ബാഡ് പ്ലേസ്. അതുപോലെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഹാപ്പനിങ് അറൌണ്ട് ഹെർ. ഒരുപാട് പേര് അവളെ സപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ത്രില്ലർ ബട്ട് ഇൻ എ ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ് ആൻഡ് ഐ എം റിയലി ഹാവിങ് എ ഗുഡ് ടൈം. സോ ഇതൊക്കെയാണ് എൻ്റെ കറന്റ്ലി റീഡ്സ്. നിങ്ങൾ എന്തൊക്കെയാണ് വായിക്കുന്നത്? കമന്റ് ദം ഡൗൺ ബിലോ.